ഗായ്സ് എളുപ്പിലട്ട ഗായ്സ് സ്പീഡ് കൂടി നമുക്ക് ഇതല്ലായിരുന്നു വേണ്ട വഞ്ചിയായിരുന്നു. ആ വഞ്ചി കുഞ്ഞോളപ്പോ അടി ഞാൻ നോക്കില്ല. ഹേ ഗായ്സ്, ആൽബിനാണ്. യെസ്, ഇന്ന് ഞാനും മിനിമോളും അനിമയും കൂടിയിട്ട് എക്സിബിഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സിബിഷന് സ്കൂട്ടറിൽ പോകാനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഒരു എയിം ഇല്ലാത്തതുകൊണ്ടും സത്യം പറഞ്ഞാൽ പെറ്റടിക്കാൻ കാശില്ലാത്തതുകൊണ്ടും ഞങ്ങൾ ഓട്ടോയിലാക്കി. ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. എന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പതുക്കെ അകത്തോട്ട് കയറിയപ്പോഴാണ്ടാ എന്താ തിരക്ക്. കയറിയപ്പോൾ തന്നെ മിനിമോൾ ഓടി പോയിട്ട് പ്ലേറ്റും പിടിച്ചു. പിന്നല്ലേ മാത്രമല്ലല്ലോ വെള്ളം കുടിക്കണ്ടേ, അപ്പോൾ കപ്പും മേടിച്ചു. പിന്നെ തുണി എടുക്കാതുകൊണ്ട് അപ്പോൾ അതിന് പറ്റിച്ചിട്ട് അന്നമ്മ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ കുറച്ച് നടന്നപ്പോൾ മൊബൈലിൻ്റെ കട കണ്ടു. അപ്പോൾ ഞങ്ങൾ കേസും ഗാർഡും മാറ്റി. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ എക്സിബിഷൻ്റെ മെയിൻ ഹൈലൈറ്റ് സാധനം കണ്ടു. സംഭവം ഒരു മനുഷ്യന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പക്ഷെ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ അന്നമ്മയ്ക്ക് കോളിഫ്ലവർ വേണമെന്ന് കണ്ട. രണ്ടുപേരും എനിക്ക് ഇതാണ് തിന്നെ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാ റിങ് ഇടുന്ന പരിപാടി 650 രൂപ. ആ ബൂസ്റ്റ് എങ്ങനെ പോലും വീത്തിരണമെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അന്നമ്മ 1 ട്രൈ ചെയ്തു, 2 ട്രൈ ചെയ്തു, ഒരു താങ്ങി കിട്ടിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് കൊടുക്കാം. നീ എന്തിനു പോണ അമ്മ നോക്ക്. കണ്ടവറിയില്ലെന്നുള്ള മിനിമോൾക്ക് ആദ്യം ഉന്ന കണ്ട. നിങ്ങള് സംഭവം പാടിയെങ്കിലും മിനിമോള് ഉന്നം വെച്ചത് ബൂസ്റ്റാണ്. നീ എന്തിനു അങ്ങനെ ബൂസ്റ്റ് കിട്ടുകയും ചെയ്തില്ല, പൈസ പോവുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോ കറങ്ങണ സാധനം കണ്ട. ആ സാധനത്തിന് കയറണം എന്നൊരാഗ്രഹം. സംഭവം നമുക്ക് ഈ സാധനം ഇങ്ങനെ കറങ്ങണ കാണുമ്പോൾ നമുക്ക് കയറാൻ തോന്നുമല്ലോ. ആ ഒരു ആകാംക്ഷയിലാണ് ഞാൻ പോണത്. സംഭവം ഒരു കൗതുകത്തിന്റെ പേരിലും പിന്നെ ഒരു കണ്ടന്റും ആയിക്കോട്ടെ എന്ന് വെച്ച് കയറി പോണാണ്. പക്ഷേ ഇനിയാണൊരു ടിസ്റ്റ്. എനിക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. 1.5 മേളിൽ കയറി അടിയെന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തലകറങ്ങുന്ന ടൈപ്പാ. പിന്നെ എന്തെങ്കിലും ആവട്ടെ വെച്ചാൽ അങ്ങനെ കയറി പോവാ. അന്നമ്മ ഫുൾ ഹാപ്പി ആട്ടാ. നമ്മുടെ പേടി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മാസമായിട്ട് ടിക്കറ്റ് കൊടുത്ത് കയറിയിരുന്നു. കയറുമ്പോൾ അന്നമ്മയ്ക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അവൾക്ക് ഇത്തിരി മോട്ടിവേഷൻ കൊടുത്ത് ഇതൊക്കെ സില്ലി മാറ്റർ അല്ല കൊണ്ട് കയറിയിരുന്നു. എനിക്ക് നൈസായിട്ട് പേടിട്ടോ. അല്ല എന്താ ഒന്നും പറയാനേ. ദൈവമേ, ഓടിടാൻ പോലും പറ്റില്ല. ഞാൻ കണ്ടടച്ച്. ദൈവമേ, നീ ഒന്ന് പോയത് എന്റെ തല കറങ്ങണു. അയ്യോ അയ്യോ അയ്യോ, അതെ ആടണി. ഇവിടെ മാത്രം ആടണ എനിക്കെടുക്കാൻ പറ്റണേ. അടി ഞാൻ നോക്കില്ല. നീ ആട്ടല്ലേ ചിരിക്കല്ലേ, കൊല്ലി ഞാൻ. ചിരിക്കടി, നീ ആടൂടി. നീ വീടുകൂടി ആടുന്നു. ചിരിക്കല്ലേ പ്ലീസ്. ദൈവമേ, മിണ്ടടുക്ക്. ചിരിക്കല്ലേ. എനിക്ക് എടുക്കാൻ പറ്റൂ? വിടട്ടോ. നീ പിടിച്ചിരിക്കും. ഒരു കാര്യം കൊണ്ട് പിടിക്കും. നെഞ്ചാണ്ട് ഇവിടെ അമ്മനെ കാണാം ഗൈസ്. തമാശ കളിക്കട്ടോ. അയ്യോ, നമുക്ക് ഇതല്ലായിരുന്നു വേണ്ട വഞ്ചിയായിരുന്നു. ആ വഞ്ചി കുഞ്ഞോളപ്പോ അമ്മ കാറ്റതായിരുന്നു.
എന്തിനാ ഓടി പന്നികള് മുകളിൽ കൊണ്ട് എത്തി അവിടെ മനസ്സ് കളിക്കുന്നത് എങ്ങനെയാ ഗായ്സ് എളുപ്പിനട്ടെ ഗായ്സ് ഡോണ്ട് വെറി ചേട്ടാ കണ്ണു പറഞ്ഞേ ഓടി വേഗത്തിലാണ് ഈ സ്പീഡ് കൂടി അയ്യോ ഞാൻ പതുക്കെ പോയി ഭയങ്കര സ്പീഡ് പതുക്കെ പോണം എനിക്ക് വേണ്ടല്ലോ പതുക്കെ പോടാ പതുക്കെ പോടാ തമാശ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇത് പൊട്ടോ സ്പീഡ് കൂടുതലൂടി ഗൈസ് കണ്ണൊക്കെ എനിക്ക് വേണ്ട ഞാൻ കേറില്ലേ പണ്ടാറുണ്ട് കൊടുക്കത്തെ കണ്ടത് ഈ പേടിയാണ് നിർത്താൻ പോയി അയ്യോ അയ്യോ നല്ല രസമുണ്ട്. ഇതൊക്കെ എന്താണ് ഗൈസ് ഇവിടെ ഓടിട്ടോണ്ടിക്കാണ് ഞാൻ മേളിന്നുള്ളത് കാണിച്ചു തരാട്ടോ എനിക്ക് പേടിയാണ് ദേ നമ്മളെ ആകാശത്തി ദേ ഇവിടെ പേടി തുടങ്ങി തലകറങ്ങണേ എനിക്ക് പേടിയാവുണ്ട് സത്യം പേടിയാവുന്നുണ്ടോ ഒന്ന് നിർത്തണ 120 രൂപ പോയി ഒന്ന് വേഗമാണ് 120 രൂപയ്ക്ക് നല്ലൊരു സിനിമയാണ് എനിക്ക് പേടിയാവണ്ടോ അല്ല സത്യം എനിക്ക് പേടിയാവുന്നില്ല ചേട്ടൻ ഒന്നും ഉണ്ടാവില്ല നമ്മളെ കൂട്ടിട്ടൊക്കെ അമ്മേ എനിക്ക് വയ്യമ്മ ഈ ഫോൺ കയ്യിൽ പിടിച്ചേക്ക് എനിക്ക് വയ്യമ്മ നിർത്തണേ നിർത്താൻ പറയടി അമ്മ അണ്ണാടിക്ക് ചെവിയെങ്കിലും കൊണ്ടേ പൊട്ടൻ സ്പീഡ് കൂട്ടാ നിർത്തടാ വേഗമാണ് ഈശോയെ എനിക്ക് മതിയായപ്പോ മതി നല്ല തമാശ നിർത്തടാ കൂട്ടിക്കൊണ്ടിരിക്കുക നല്ല തമാശ അടിക്കലോട്ടോ എന്റെ കയ്യിൽ പോയത് ചേട്ടൻ മിണ്ടാടിയിരുന്നേ എനിക്ക് മിണ്ടാണ്ടിരിക്കുമ്പോൾ എന്തോ പോലെ വേറെ മിണ്ടറേ വേഗത്തനെ 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 എനിക്ക് വയ്യപ്പോ വയ്യോ ഇനി ഞാൻ കേറില്ല എനിക്ക് ജീവിതത്തിൽ ഞാൻ കേറില്ല എന്റെ അപ്പ എനിക്ക് വയ്യ മതിയായി നിർത്താൻ പറയുന്നത് എന്റെ കർത്താവ്യ തന്നെ നിർത്താതെ എത്ര നേരണ്ട് ഇത് വയ്യപ്പോ പ്ലീസ് അപ്പൊ
നിർത്തണേ. അയ്യോ ഇത് വയ്യ, ഇത് വയ്യ, വയ്യ, ഇത് വയ്യല്ല. നിർത്തടാ, ഒന്ന് നിർത്തടാ, സ്പീഡ് കുറയണ്ടല്ലേ. ആ കൊറേണ്ടേ. നിർത്തണേ. ഇല്ലടി ആ പന്നി കൂട്ടാ. നിർത്തടാ. ഷൈജ് വിളിക്കണ്ടേ. ആരെയും വിളിച്ചോട്ടെ. സ്പീഡ് കുറയുണ്ടെന്ന് തോന്നല്ലേ. ആ പറ്റണില്ല, പറഞ്ഞു പറഞ്ഞു. പറ്റണില്ല. ഈ തമാശയില്ല. കയ്യും കാള് അമ്മേ തരിക്കണു, കയ്യും കാലൊക്കെ തരിക്കണം. കേറില്ലേ? നിർത്തണേ, നിർത്തണേ, ഒന്ന് നിർത്തടാ, ഒന്ന് പറഞ്ഞു നിർത്തടാ, പറഞ്ഞു പറഞ്ഞു. ഒന്ന് നിർത്തടാ, ഒന്ന് നിർത്തടാ, നിർത്തടാ, ഒന്ന് നിർത്തടാ. എന്റെ കയ്യും കാലൊക്കെ തരിച്ചോളെ. ഏ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഗൈസ് ഞാൻ ചത്തില്ല. ഛർദിക്കാൻ വരെ വന്നു ഗൈസ്. ഇവിടെ ഇവിടെ ചിരിക്കാറുന്നു വയസ്സ്. നമുക്കും ചിരി. ആ കേരളത്തിൽ മനസ്സിലായ ഞാൻ കേറില്ല. എത്ര കൊന്തെത്തിച്ചു? ആ ഓടിക്കണ ആളെ വരെ തെറി വിളിച്ചു. സ്പീഡ് കൂട്ടാ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ പാടിക്കും. ഇതല്ല ഇങ്ങനെ 3 വട്ടം ഒന്നും പാടിക്കും. അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഗൈസ്. ആ കോടിനുള്ളിൽ എന്റെ മരണക്കല്ലറ ഞാൻ കണ്ടു. പിന്നെ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റായി. പിന്നെ മിനിമോട് ഇങ്ങനെ ഒഴിഞ്ഞു വന്നിട്ടും പിന്നെ ഒരു ഐസ്ക്രീം കൂടി കഴിച്ചപ്പോഴാണ് ഇത്തിരി കൂളായത്. അല്ല ചാവാണ്ട് കൈ കിട്ടിയിട്ടും പറയണം. അതെനിക്ക് മനസ്സിലായി ഗൈസ്. അമ്മയും പിള്ളയും എനിക്ക് തരാണ്ട് തിന്നാട്ടോ. ഇല്ലാട്ടോ എൻ്റെ വയ്യ ആറായി മനസ്സിൽ ഇനിയൊന്നും വേണ്ട. ഈ സിനിമയ്ക്ക് പോയി മൂട് മാറുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എപ്പോഴും ഒരുപായിട്ടിരിക്കുന്നത്. ഓക്കെ ഹലോ ഗൈസ്, ചേട്ടന് വയ്യാണ്ടായി. ഞങ്ങള് സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്ക് പോയിട്ടെങ്കിലും ചേട്ടന്റെ മൈൻഡ് പോട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ചായ പോലും കുടിച്ചിട്ടില്ല. ചായ മേടിച്ചു അതും കുടിച്ചില്ല. അതെ ഇനി നമുക്ക് വേഗം പോവാം, അല്ലെ പട്ടി അടിക്കും. അപ്പൊ ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ഞാൻ സിനിമയ്ക്ക് പോവാട്ടോ. ജിംഖാന. ടാറ്റാ.